2 ദിവസം ഫ്രിഡ്ജിൽ ഇരുന്ന് കണ്ണിയിലയാണ് ഇത്. ഇനി ഇത് ഇവിടെ എന്തായാലും കറി വെക്കത്തില്ല. ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത സാധനം എങ്ങനെ വേറൊരാൾക്ക് കൊടുക്കുന്നത്? അതുകൊണ്ട് അതും പറ്റത്തില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്തായാലും ഇത് ഉണക്കാം. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഉണക്കുന്നത് ഈ കപ്പയൊക്കെ ആയിട്ട് പുഴുങ്ങാൻ. ഉപ്പിട്ട് ഇത് ഉണക്കിയിട്ട് കപ്പയിട്ട് പുഴുങ്ങാം. മോനെ എന്ത് ടേസ്റ്റാണെന്നറിയാമോ? പക്ഷേ ഇതെനിക്ക് ഉണക്കുന്ന വെട്ടാനറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് അമ്മയാണ് ചെയ്തത്. അതിലോട്ട് ഉപ്പും മഞ്ഞളും കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇടണം കേട്ടോ. കുരുമുളക് പൊടി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഉപ്പും മുളകും മാത്രം, ഉപ്പും മഞ്ഞളും ആയിട്ട് മാത്രം അമ്മ അത് അടുക്കി ഒരു സെറ്റ് ഉണ്ടോ, ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയിൽ വെച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ പിടിക്കുന്ന രീതി നന്നായിട്ട് അടുക്കി അത് സെറ്റ് ചെയ്ത് കേട്ടോ. ഇതിനി കുറേ നേരം ഉപ്പ് പിടിക്കാൻ വെക്കണം. അപ്പം ഇത് രാത്രി ചെയ്തുകൊണ്ട് അന്ന് രാത്രി ഫുള്ള് വെക്കാമെന്ന് വെച്ചാൽ അമ്മതേ പൂച്ചയൊന്നും കഴിക്കാതിരിക്കാനാണ് അങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഒരു വള്ളിക്കൊട്ട എടുത്ത് ഒരു ചരട് ഇങ്ങനെ ഇട്ട് ഇതിലിങ്ങനെ ഒരു അശ കാണുമല്ലോ, അതിലിങ്ങനെ കെട്ടിത്തൂക്കി ഇടും. ഇതിൽ കെട്ടിത്തൂക്കിയാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ പൂച്ചസാറിനെയും കീരിസാറിനെയും ഒന്നും പേടിക്കണ്ട. കാരണം അതൊന്നും എടുക്കത്തില്ല. പിന്നെ കാക്കയും അത്ര ശല്യം ഉണ്ടാകത്തില്ല. പക്ഷെ തറയിലിട്ടാൽ ഭയങ്കര ശല്യമാണ്. അപ്പോൾ പിന്നെ കുറച്ച് കപ്പ പറിക്കാനുണ്ടായിരുന്നു. അത്രയൊന്നുമില്ല കേട്ടോ, നമുക്കുള്ളതുണ്ട്. പിന്നെ ഇവിടെ അധികം കപ്പ കൃഷിയൊന്നുമില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കിട്ടുന്നത് തന്നെ ഞങ്ങൾക്ക് വലിയ കാര്യം കേട്ടോ. അപ്പോൾ അതെടുത്ത് പുഴുങ്ങാന്ന് വെച്ചു. കാരണം നമ്മുടെ ഉണക്കമീൻ അവിടെ വെയിറ്റിംഗ് ആണ്. കപ്പയുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ, ഉണക്കമീനായിട്ട് ഞാൻ അപ്പം തന്നെ അത് സെറ്റാക്കിയിരിക്കും കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കുക്കറിലാട്ടോ പുഴുങ്ങുന്നത്. കുക്കറിൽ വാരി വെച്ചിട്ട് ഒരു ഷൂന്ന് വരുന്നതിന് മുമ്പില്ലേ, വലിയ വിസിൽ വരുന്നതിന് മുമ്പുള്ള ചെറിയൊരു ഷൂ അനക്കമില്ലേ, ആ അനക്കം വരുമ്പോഴത്തേക്ക് ഓഫാക്കും. ഇതാട്ടോ നമ്മൾ അന്ന് ഉണക്കിയ മീനെ. അപ്പോൾ അതെടുത്ത് കുതിരാനായിട്ട് വെള്ളത്തിലിട്ടേ. കാരണം അല്ലെങ്കിൽ ഇത് ഇച്ചിരി വേഗം താമസമാണ്, ഫ്രീസറിലല്ലേ വെക്കുന്നത്. അപ്പോൾ കുക്കർ തുറന്ന് അച്ഛനുള്ളത് മാറ്റി കേട്ടോ. കാരണം ഇവിടുത്തെ അച്ഛൻ ഉണക്കമീനെന്ന് പറയുന്നൊരു ചതുർത്ഥിയാണ്, അതുകൊണ്ട് അതങ്ങ് മാറ്റിയേ. എന്നിട്ട് എനിക്കുള്ള ഉണക്കമീൻ ആ കപ്പയിലോട്ടിട്ട് ഒന്നുകൂടെ വേവിച്ചേ. എൻ്റെ പൊന്നോ, ഇത് വേവിച്ച് കഴിഞ്ഞ് ഇത് തുറക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ട്. എൻ്റെ പൊന്നോ, എന്ത് കൊതിച്ച് ചാവും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചേ. ആ കപ്പയും ഉണക്കമീനും കൂടെ ഒന്ന് കഴിക്കണം എൻ്റെ പൊന്നോ. അപ്പോൾ ഞാൻ ഇത് കഴിക്കട്ടെ. ഓക്കെ, ബായ്.